എന്ത് കഥ സാനെ ഇപ്പൊ നമ്മളവിടെ എത്തിയിട്ടുണ്ട്. ചാലശ്ശേരി ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. നമ്മൾ വന്ന സമയത്ത് അത്ര ഇല്ല, എന്നാലും ഉള്ളിലേക്ക് കയറിയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. എന്താ നമ്മളൊരു 3:30 കഴിക്കണം ഇവിടെ എത്തിയപ്പെട്ടോ. പിന്നെ നമ്മൾ എന്താ കയറി ചെന്ന ഭാഗം ശരിയല്ല കേട്ടോ. നമ്മൾ അധ്യയനം അല്ലായിരുന്നു പോകേണ്ടി, ഫ്രണ്ട് ഭാഗം വേറെയാണ്. അപ്പോൾ നമ്മൾ അധ്യയനം പോയി, എന്നാലും കൂടിയിട്ട് നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നേരെ റോട്ടിൽ കൂടെ ഫ്രണ്ട് ഭാഗത്തു കൂടെ പോയിട്ടുണ്ടായിരുന്നു. നല്ല ഇവിടെയുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ എടുത്തതാണ്. ഒരുപാട് ആൾക്കാർ കാണാനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നവ്യ നായർ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ. പിന്നെ റിമി ടോമി, അങ്ങനെ ഒരുപാട് പ്രശസ്തരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് അവരിനൊന്നും കാണാൻ പറ്റിയിട്ടൊന്നുമില്ല. ഞങ്ങൾ പോകുമ്പോൾ എന്താ പറയുക, അവിടുത്തെ കുട്ടികൾ കളിക്കണ സംഭവങ്ങൾ അതൊന്നും ഓപ്പൺ ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മളിതാ പിന്നെ ബാക്കിൽ കൂടെ തന്നെ പോന്നിട്ട് നമ്മൾ നേരെ റോട്ടിൽ കൂടെ വന്ന് ഫ്രണ്ട് ഭാഗത്ത് കൂടെ എത്തിയിട്ടോ. ദേശീയ സരസ്മേള എന്ന് അവിടെ എഴുതിയിട്ടുണ്ടാവും, 2026. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കയറുകയാണ്. നന്നായിട്ട് നല്ല മക്കളൊക്കെ ശ്രദ്ധിക്കണം അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ. പിന്നെ തിരിഞ്ഞ് നോക്കിയാൽ മക്കളെ കണ്ടില്ലെങ്കിൽ ആകെ ഇതാണ് കേട്ടോ, ഭയങ്കര തിരക്കാണ്. കുട്ടികളെ കാണാത്ത സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞേക്കാണ്ട് കേട്ടോ. പിന്നെ ചെറിയ മോൾക്കാണെങ്കിൽ പെട്ടെന്ന് ഇവിടെ നോക്കിയാൽ അവിടെ കാണൂല, അപ്പോൾ ഉള്ള കയ്യും പിടിച്ചിട്ട് ഇങ്ങനെ നടക്കണം അമ്മമ്മ കേട്ടോ. പിന്നെ നമ്മൾ ഉള്ളിൽ കയറി അവിടെ പാട്ടും എന്താ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് കുറച്ച് നേരം നോക്കി നിന്നിട്ട് പിന്നെ നമ്മൾ ഉള്ളിൽ കയറി. ഇവിടുത്തെ പാട്ടുകളൊന്നും ഇടാത്തത് എന്താ കോപ്പിറൈറ്റും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. അതാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കണത്. നല്ല ഡാൻസ് ആയിരുന്നു. കുറച്ച് നേരമൊക്കെ ഒന്ന് കണ്ടിട്ട് ഉള്ളിലേക്ക് കയറിയിട്ടോ. ഉള്ളിലിതാ എന്താ ഒരുപാട് കച്ചവടക്കാർ, പക്ഷെ ഭയങ്കര വില കേട്ടോ. ഞങ്ങളൊന്നും മേടിച്ചിട്ടില്ല. ഞങ്ങൾ പുറത്ത് പോയിട്ട് ഒരു ഐസ്ക്രീം മേടിച്ച് അത്ര തന്നെ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ ഉള്ളിൽ നിന്നൊന്നും വാങ്ങിയിട്ടില്ല. വിലയൊക്കെ ഇങ്ങനെ ചോദിച്ച് ഇങ്ങനെ നടന്ന് ഓരോ സാധനങ്ങളൊക്കെ കണ്ട് നല്ല ഭംഗിയുള്ള നല്ല അടിപൊളി സാധനങ്ങളൊക്കെയാണ് കേട്ടോ. ഇതൊക്കെ കണ്ട് കയറിയാൽ പിന്നെ എങ്ങോട്ടാ എത്തിയതൊന്നും ഇല്ല, അങ്ങനെ കുറേ നടക്കണം. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കച്ചവടക്കാർ ഇങ്ങനെ നേരെ പോയി കുട്ടികൾക്കൊക്കെ ദാഹിക്കാൻ തുടങ്ങിയിട്ട്, വെള്ളത്തിൽ നിന്ന് കഴിക്കാൻ തുടങ്ങി. അത്രയും നടക്കാണ്ട് കേട്ടോ, അത്രയും കാണാനുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം കേട്ടോ. പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് മക്കൾക്ക് ഓരോ ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുത്ത് നമ്മളും തിന്നു കേട്ടോ. പിന്നെ അതിൻ്റെ നേരെ എന്തോ ഈ പൂക്കളത്തിൻ്റെ സംഭവങ്ങളൊക്കെ ഉള്ളപ്പോൾ നല്ല അടിപൊളിയായിട്ട് അവരിങ്ങനെ
ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പുറത്ത് കുറച്ച് പക്ഷികളും മൃഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കാണാനും വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ടോക്കൺ ഉണ്ട് കേട്ടോ. ഓരോരുത്തർക്ക് കുട്ടികൾ 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കൊക്കെ 50 റുപ്യ വേണം. അതിൻ്റെ താഴെ വേണ്ട കേട്ടോ. പിന്നെ വലിയവർക്കൊക്കെ 50 രൂപ. അങ്ങനെ 50 രൂപ കൊടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറി ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മക്കൾ നേരെ നിന്നൊന്നുമില്ല. അവർക്ക് ഇത് കാണാനും വേണ്ടിയിട്ട് അവരങ്ങനെ ഫോട്ടോ എടുക്കാനൊന്നും സമ്മതിച്ചൊന്നുമില്ല. അവർ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടോ. ഇവിടെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ഇവിടെ അല്ല, അവിടെ പൂക്കള ഉള്ള ഭാഗത്ത് അവിടെ ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ സൂപ്പറായിരുന്നു. എന്താ കയ്യൊന്നും ഇടല്ലേ, കുത്തും. എന്താ അങ്ങനെ കിടക്കുന്നു? കൂടുതൽ കിളികള്. ഇതിന്റെ പേരെന്താ? ഇതിന്റെ പേരെന്താ? ഓക്കെ, താങ്ക് യു. പെണ്ണേ അയച്ചിട്ട് കുടിയില്ല, അതിന് കണ്ടു. കൂടുതലും കോഴികളാണ്. കോഴി പാവം. എത്ര ദിവസമായിട്ട് അങ്ങനെ കൂട്ടി കിടക്കണം അല്ലേ? 10-12 ദിവസം കിടക്കണ്ടേ? കോഴികളൊക്കെയാണ് കൂടുതൽ. പലതരം കോഴികൾ, നല്ല രസമുണ്ട് കാണാൻ. എനിക്കിഷ്ടായ ഇവിടെ ഇഷ്ടായ
ആദ്യം തന്നെ നമ്മൾ ലൈമാണ് കേട്ടോ പറഞ്ഞത്. ആ ലൈമ് കൊടുക്കാൻ പറ്റിയില്ല, അത് അപ്പം തന്നെ കുടിച്ച് അത്രയും വെള്ളത്തിന് തയ്ക്കണുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവർക്കും കൂടി ഒരു മന്തിയാണ് ഓർഡർ ചെയ്തത്, അതെല്ലാവരും കൂടിയിട്ട് അങ്ങനെ കഴിച്ചിട്ടോ. കുട്ടികളൊക്കെ ഭയങ്കര അലമ്പാട്ടോ, അവരവിടെ കരച്ചലും ബഹളം ഒക്കെയാണ്. എന്നാലും ഒരു വിധത്തിൽ എല്ലാവരെയും കഴിപ്പിച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് നീച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക്, താത്താടെ വീട്ടിൽ തന്നെ ഉണ്ടൊന്ന് നിന്ന് നമ്മൾ പിറ്റേ ദിവസമാണ് പിന്നെ കാരക്കുത്തേക്ക് വരാമെന്ന് തീരുമാനിച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ അതാ നമുക്ക് ഓട്ടോറിക്ഷയൊക്കെ കിട്ടി, നമ്മളതിൽ ഹാപ്പി ആയിട്ട് വീട്ടിലേക്ക് തിരിച്ച് പോകണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യാൻ മറക്കരുത്.